everyone. Hello. Welcome to Lijo's New Begin World. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പാവലെല്ലാം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പാവലിന് പന്തലിട്ട് കൊടുക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റപ്പാണ്. കാരണം ഈ സൈഡിലോട്ട് നമുക്ക് അത് പന്തൽ ഫിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ഇങ്ങോട്ടാണ്, ഇവിടെയാണ് പാവൽ വെച്ചിരിക്കുന്നത് ഫസ്റ്റ് റോയിൽ. അത് ഇങ്ങോട്ട് പടർത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഇത്രയും സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഞാനൊരു 2-3 ഗാർഡൻ സ്റ്റേക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എത്രമാത്രം ബലമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങൾ ബാക്കിൽ അടിയിലൊക്കെ സപ്പോർട്ടൊക്കെ കൊടുത്ത് സ്ക്രൂ ഒക്കെ ചെയ്ത് വെക്കാനുള്ള പ്ലാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ അവിടെ ഒരു പോസ്റ്റ് വരും, ഇവിടെ ഒരു പോസ്റ്റ് വരും, പിന്നെ ക്രോസ് ആയിട്ട് മുകളിൽ വരും. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്താണ് നമ്മൾ വല കെട്ടി കൊടുക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു പോസ്റ്റ് ചെറുതായിട്ടൊരു സപ്പോർട്ടിന് വേണ്ടി വെച്ച് കൊടുക്കുകയാണ് ഞങ്ങളിവിടെ. അത് ഡെക്കിലേക്ക് അങ്ങോട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പം അടിഭാഗം നല്ല ഇതായിട്ടിരുന്നോളൂ, നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളൂ. നമുക്ക് ആ ബേസ്, ആ കമ്പ് അങ്ങോട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാം, നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. നമുക്ക് ഇവിടെ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അവിടെ ഹോൾഡ് ചെയ്താ. നമുക്കിവിടെ ചെറിയൊരു പോസ്റ്റിനൊന്ന് ബേസ് കൊടുത്താൽ ഇവിടെ ചെറിയൊരു സാധനം അടിച്ചിറക്കി അതിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഈ പോസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ചെറുതായിട്ട് പന്തല് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് സ്റ്റാൻഡ് മാത്രം വെച്ച് കൊടുത്തത്. അതായത് നമ്മള് ജസ്റ്റ് ഒരു സ്റ്റേക്കിൽ അങ്ങ് പിടിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. ഒരു $120 നമുക്ക് ഈ സ്റ്റാൻഡ് ചെയ്ത് കിട്ടി. നോക്കട്ടെ, എനിക്കൊന്ന് 2 സീസണിൽ ചിലപ്പോൾ പോകായിരിക്കും. കാരണം ഇത് അൺട്രീറ്റഡ് ആണ്. ട്രീറ്റഡ് ആണെങ്കിൽ കുറച്ചും കൂടെ അതൊക്കെ ട്രീറ്റഡ് ആണ്, ലാസ്റ്റിംഗ് ആണ്. ഇത് അൺട്രീറ്റഡ് ആണ്, പറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ചീപ്പായിട്ടുള്ളൊരു ഓപ്ഷൻ നോക്കിയെന്നുള്ളു. ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് നോക്കുക. അടുത്ത വർഷമാണെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് ചെയ്യാലോ, പ്രോപ്പർ രീതിയിൽ ചെയ്യാലോ. ജസ്റ്റ് നമുക്കൊരു ആ ചെടി അങ്ങോട്ട് വളർന്നു വരും. കാരണം ഇനി ലേറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കയറി പിടിക്കും, താഴോട്ടായി പോകും. അപ്പൊ ഞാൻ ഇതിലോട്ട് ജസ്റ്റ് നമ്മുടെ ഈ നൂല് വെച്ചിട്ടല്ലേ, ഇതൊരു പ്ലാസ്റ്റിക് നൂലാണ് കേട്ടോ, ഇത് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാൻ പോവാണ്. അപ്പൊ ഒരു പന്തലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ പാവലാണ് കയറി അങ്ങ് വളർന്ന് കണ്ടമാനം പിടിച്ചു. അപ്പൊ ഞാനിത് ജസ്റ്റ് ഇതിലോട്ട് അങ്ങ് കെട്ടി കൊടുത്ത് വെക്കാൻ പോവാണേ. അപ്പൊ ഞാനിവിടെ ചെറുതായിട്ട് നമ്മുടെ പന്തലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. കാരണം പാവലല്ലേ, അത് പിടിച്ച് കയറിക്കോളും നല്ലപോലെ. അപ്പം ഈ സൈഡിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങ് കെട്ടിക്കൊടുക്കാൻ പോവാ. ആക്ച്വലി ഈ സൈഡിലും ഇങ്ങോട്ടൊക്കെ ഇടണമായിരുന്നു. ഞങ്ങൾ ലേറ്റ് ആയി പോയി ഒന്നെല്ലാം പന്തലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാവലാണെങ്കിൽ കണ്ടമാനം കണ്ടത് ഇങ്ങോട്ടൊക്കെ താഴോട്ടായി കിടക്കുക. ഇതിനെല്ലാം ഒന്ന് നേരെ പിടിച്ച് കെട്ടണമെന്നൊക്കെയുണ്ട്, നടക്കുന്നില്ല. എൻ്റെ ഇടയ്ക്ക് ഞാൻ സിക്കായി പോയി, ഒരു കാര്യങ്ങൾ നടന്നില്ല. അതുകൊണ്ട് വിചാരിച്ചു ഇനി വേഗം എല്ലാം ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി പോവാ. ഇത് കെട്ടിക്കൊടുത്തിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. നമ്മളത് ഇങ്ങനെ കെട്ടിക്കൊടുത്തു. ഇനിയിപ്പോ ഞാൻ ഇങ്ങനെയും കൂടെ കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോവാണേ. നമ്മൾ കയറ്റുമ്പത്തേ ഇങ്ങനെ ഓരോന്നേലായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ടൈറ്റ് ആയിട്ട് ഇരുന്നോളും.
ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോകും. നമ്മുടെ പാവല് അങ്ങോട്ട് വീണ് കിടക്കുക. ഞാൻ അപ്പത്തേക്ക് ഇവിടെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുവാണേ. ഇങ്ങനെ കയറി പന്തൽ പിടിച്ചു പോട്ടെ അല്ലേ. അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. കുറെ എണ്ണ ഇങ്ങനെ താഴെയായിട്ട് കിടപ്പുണ്ട്. ഇതെല്ലാം മുകളിലോട്ടാക്കണം. കണ്ടോ ഇവിടെ നമ്മുടെ പാവലയില് കായൊക്കെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഒത്തിരി പൂവിടുന്നുണ്ട്, കുറെ കായ്കളും ഉണ്ടാവുന്നുണ്ട്. ആ സൈഡിലും കൂടി കെട്ടാനുണ്ട്. ഈ സൈഡിലെ കഴിഞ്ഞ്. അപ്പൊ നമ്മുടെ പന്തൽ കെട്ടിക്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് കയറിപ്പോകാനുള്ളത്. പിന്നെ ഇപ്പം താഴോട്ടെങ്ങാനും വരുവാണെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പും അല്ല ഇങ്ങനെ പൊക്കി നാട്ടി വല്ലതും വെച്ച് കൊടുക്കാനുണ്ട്. എന്നാലും നോക്കട്ടെ എവിടം വരെ കയറുമെന്ന് നോക്കട്ടെ, എന്നിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പം ഇത് കുറച്ച് ഇങ്ങോട്ട് കിടക്കുന്നതൊക്കെ ഞാൻ ഇതിലോട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കും. അപ്പം ഇങ്ങോട്ട് കയറി പോകാൻ വേണ്ടിയിട്ടേ അങ്ങനെയും കൂടെ നോക്കുന്നുണ്ട്. അപ്പം അടുത്ത് ഇനിയിപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പന്തലിൻ്റെ വിശേഷങ്ങൾ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ഗാർഡൻ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ കമൻസ് ഇടണം. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.